അതീവ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്നത് പുതുതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഈ കുളത്തിലും മറ്റുമൊക്കെ തുള്ളിമറിച്ച് കുളിച്ച് ജീവിച്ച ആളുകളാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾ. ഇപ്പോൾ പക്ഷേ അതിന് ഭയപ്പാടുണ്ടാകുന്ന വിധത്തിൽ ഇത് വന്നിരിക്കുന്നത് ഒരു പുതിയ അസുഖമാണ്. ഇതെപ്പോഴാണ് ഇത് കണ്ടെത്താൻ പറ്റുക, എന്താണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ സ്വാഭാവികമായിട്ട് സമയമെടുക്കുന്നുണ്ട്. 97 മുതൽ 98.5% വരെ മോർട്ടാലിറ്റി റേറ്റാണ്. അതായത് ഈ പറയുന്ന 97 മുതൽ 98.5% വരെ പേർ മരിക്കും. 100 പേർക്ക് അസുഖം വന്നാൽ 98.5% പേര് വരെ മരിക്കുന്നൊരു അസുഖമാണിത്. അപ്പോൾ ആ രോഗമാണ് നമ്മുടെ ശത്രു. ആ രോഗത്തിനോടാണ് ഫൈറ്റ് ചെയ്യേണ്ടത്. ആ രോഗത്തെയാണ് എതിർത്ത് തോൽപ്പിക്കേണ്ടത്. അതിൻ്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള സംഗതികളുണ്ട്. ഡോക്ടറോട് ഈ കാര്യം ചെയ്തിട്ട് ഫലമുണ്ടാകുമോ എന്ന കാര്യം നമ്മൾ ആലോചിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിൽ കൂടുതൽ പറയേണ്ടതില്ല. മകൾ നഷ്ടപ്പെട്ട ഒരു രക്ഷിതാവ് എന്ന നിലക്ക് സനൂപിൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മകൾ നഷ്ടപ്പെട്ടത് ആരോഗ്യ സംവിധാനങ്ങളുടെ വീഴ്ച കൊണ്ടാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് നേരെ അദ്ദേഹം പോരാടുകയാണെങ്കിൽ, നിയമപരമായിട്ട് പോരാടുകയാണെങ്കിൽ അദ്ദേഹത്തിനൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. പക്ഷേ എന്ന് കരുതിയിട്ട് അവിടേക്ക് ചെന്നൊരു കുടിവാളെടുത്ത് അങ്ങോട്ട് ചെന്നിട്ട് വെട്ടിയിട്ട് ഇത് ആരോഗ്യവകുപ്പിനും വീണ ജോർജിനും ഡെഡിക്കേറ്റ് ചെയ്യുകയാണെന്ന് പറയുന്ന അതേ ആളെ അതിനിശ്ചിതമായിട്ട് തള്ളിക്കളയും വേണം. അതിനകത്ത് മറ്റെന്തോ വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അത്രക്ക്, അതായത് ഒരു വൈകാരിക ആധിക്യം കൊണ്ട് പെട്ടെന്നുണ്ടാകുന്ന ഒരു അക്രമമല്ല. പോയിട്ട് വന്ന് ഇത്രയും കാലത്തിന് ശേഷം, ഇത്രയും ദിവസങ്ങൾക്ക് ശേഷം ഇത് ചെയ്യുകയാണ്. അത് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചില കാര്യങ്ങൾ പറയുകയാണ്. ആ ലീഗലി കാര്യങ്ങൾ കാണുക എന്നതല്ലാതെ, അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യുക എന്നതല്ലാതെ ആളുകൾക്ക് നേരെ, അതും അദ്ദേഹം ഇപ്പോൾ വന്ദനാദാസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. വന്ദനാദാസ് ഭയപ്പെട്ടു പോകും. അതായത് ഇവർ ഒരർത്ഥത്തിൽ ഒരു സുരക്ഷയുമില്ലാതെ നിൽക്കുകയാണ് ഈ ആശുപത്രിയിൽ ഡോക്ടർമാർ. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇത്രമാത്രം കേസുകൾ വന്ന് ചാടുന്നു. ഒരു പ്രധാനപ്പെട്ട കോവിഡ് വന്നങ്ങ് മാറുമ്പോഴേക്ക് അടുത്ത അമീബിക് മസ്തിഷ്ക ജ്വരം എന്നത് വരികയാണ്, നിപ്പ വരികയാണ്. ഇതിനോടെല്ലാം ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ്. കുറേ ആളുകൾ കുഴപ്പക്കാരൊക്കെ ഉണ്ടാവും, കുറേ സംവിധാനങ്ങൾ കുഴപ്പമുണ്ടോ ഇല്ല എന്നല്ല. പക്ഷേ അവരെ ആർക്കും ഒരു വടിവാളും കൊടുവാളും എടുത്തിട്ട് ചെന്നിട്ട് ആശുപത്രിയിൽ ചെന്ന് വെട്ടാമെന്ന് വരുന്നത് ഒട്ടും ഇതായിട്ടുള്ള കാര്യമല്ല. ഒന്നുകൂടെ പറയട്ടെ, മകളെ നഷ്ടപ്പെട്ട രക്ഷിതാവെന്ന നിലക്ക് അദ്ദേഹത്തിനോടൊപ്പമാണ്. പക്ഷേ കൊടുവാളും എടുത്തിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊലപാതകം നടത്താൻ വേണ്ടി പോയാൽ അയാൾക്കൊപ്പമേ അല്ല എന്ന രണ്ട് നിലപാടാണ്, രണ്ട് വിഷയമായിട്ട് ഞാനത് സ്വീകരിക്കുന്നത്.